ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 18-ാം അധ്യായമായ മോക്ഷസന്യാസ യോഗത്തിലെ 7 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. ഇനി നമുക്ക് 8-ാമത്തെ ശ്ലോകം നോക്കാം. ദുഃഖമിത്യേവ യത്കർമ്മ കായക്ലേശഭയാത് ത്യജേത് സകൃത്വാ രാജസം ത്യാഗം നൈവ ത്യാഗഫലം ലഭേത്. യഹ യാതൊരാൾ ദുഃഖം ഇതി ഏവ ദുഃഖകരമാണ് എന്ന് വിചാരിച്ച്, അഥവാ ക്ലേശകരമാണ് എന്ന് വിചാരിച്ച്, കായക്ലേശഭയാത് ശരീരക്ലേശം ഉണ്ടാകും എന്ന് ഭയന്ന്, യത് കർമ്മ യാതൊരു കർമ്മത്തെ, നിയതമായ യാതൊരു കർമ്മത്തെ, ത്യജേത് ഉപേക്ഷിക്കുന്നുവോ, സഹ അയാൾ രാജസം ത്യാഗം കൃത്വ രാജസമായ ത്യാഗത്തെ അനുഷ്ഠിച്ചിട്ട്, ത്യാഗഫലം ത്യാഗത്തിൻ്റെ ഫലം ന ലഭേദേവ ലഭിക്കാതെ പോകുന്നു. യാതൊരാൾ ക്ലേശകരമാണ് എന്ന് വിചാരിച്ച്, അഥവാ ദുഃഖകാരണമാകും എന്ന് വിചാരിച്ച്, ശരീരത്തിന് ക്ലേശമുണ്ടാകുമെന്ന് ഭയന്ന്, തന്നിൽ നിക്ഷിപ്തമായ തൻ്റെ കർത്തവ്യമായ കർമ്മത്തെ ഉപേക്ഷിക്കുന്നുവോ, അയാൾ രാജസീകമായ ത്യാഗത്തെയാണ് അനുഷ്ഠിക്കുന്നത്, യഥാർത്ഥ ത്യാഗമല്ല. അതുമൂലം ത്യാഗത്തിൻ്റെ ഫലവും അയാൾക്ക് ലഭിക്കാതെ പോകുന്നു. ഇതാണ് ഭഗവാൻ പറയുന്നത്. നിയത കർമ്മങ്ങൾ, അതായത് തന്നിൽ വന്നു ചേർന്ന കർമ്മങ്ങൾ, തൻ്റെ കർത്തവ്യമായ കർമ്മങ്ങൾ, കടമകൾ, അത് ക്ലേശകരം എന്ന് കരുതിയോ ബുദ്ധിമുട്ടായി കണക്കാക്കിയോ ഉപേക്ഷിക്കുന്നത് ത്യാഗമെന്ന് പറയാൻ പറ്റില്ല. അതായത് തന്നിൽ നിക്ഷിപ്തമായ തൻ്റെ കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ ഒരുവൻ ബാധ്യസ്ഥനാണ്. അത് ചെയ്യുന്നത് ക്ലേശകരമാണ്, ശരീരത്തിന് ക്ലേശമുണ്ടാക്കും, മനസ്സിന് ക്ലേശമുണ്ടാക്കും എന്നൊക്കെ കരുതി അതിനെ ഉപേക്ഷിക്കുന്നതിനെ ത്യാഗം എന്ന് പറയാൻ പറ്റില്ല. അതും ഒരു ത്യാഗമാണെങ്കിലും അതൊരു രാജസീക ഭാവത്തിലുള്ള ത്യാഗമാണ്. അത്തരം പ്രവൃത്തി ഒരിക്കലും ത്യാഗത്തിൻ്റെ സത്ഫലത്തെ നൽകുന്നില്ല. അതിനെ ത്യാഗമായി കണക്കാക്കുവാനും കഴിയില്ല. അവനവനിൽ നിക്ഷിപ്തമായ സ്വധർമ്മത്തെ, അവനവനിൽ വന്നു ചേർന്ന സ്വധർമ്മത്തെ അനുഷ്ഠിച്ചേ മതിയാകൂ. അതിൽ നിന്ന് ഒളിച്ചോടുന്നത് ത്യാഗം എന്ന് പറയാൻ സാധ്യമല്ല. അത് തനിക്ക് ശാരീരികവും മാനസികവുമായ ക്ലേശമുണ്ടാക്കും എന്ന് കരുതി അതിനെ ഉപേക്ഷിക്കുന്നത് ത്യാഗമാണോ? അത് ഒളിച്ചോട്ടമാണല്ലോ. അപ്രകാരം ചെയ്താൽ ത്യാഗം എന്ന കർമ്മത്തിൻ്റെ സത്ഫലവും ലഭിക്കില്ല. അതുമാത്രമല്ല, സ്വകർമ്മവിലോപത്തിൻ്റെ ദുഷ്ഫലം അനുഭവിക്കേണ്ടിയും വരും. ഉദാഹരണത്തിന്, ഗൃഹസ്ഥാശ്രമിയായ ഒരു വ്യക്തി ഗൃഹസ്ഥൻ്റെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാൻ ബാധ്യസ്ഥനാണ്. ഗൃഹസ്ഥാശ്രമ ജീവിതം തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഗൃഹസ്ഥൻ്റെ കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ ബാധ്യസ്ഥനാണ്. അതിന് മുതരാതെ, തൻ്റെ കുടുംബത്തെ നോക്കാതെ, ഗൃഹസ്ഥൻ്റെ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കാതെ ഒളിച്ചോടി സന്യസിക്കാൻ പോകുന്നു എന്ന് പറയുന്നത് സന്യാസമല്ല. അതിനെ ഒളിച്ചോട്ടം എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. അതിന് സന്യാസത്തിൻ്റെയോ ത്യാഗത്തിൻ്റെയോ സത്ഫലം ലഭിക്കുകയുമില്ല. ഇതാണ് ഭഗവാൻ ഈ ശ്ലോകത്തിലൂടെ പറയുന്നത്. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.